ഇക്കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ ഒരു വാർത്ത ഉണ്ടായിരുന്നു. 2 മാസത്തെ ക്ഷേമ പെൻഷൻ ചൊവ്വാഴ്ച മുതൽ വിതരണം ചെയ്യുമെന്നായിരുന്നു ആ വാർത്ത. വാർത്തയുടെ ലിങ്ക് ഓപ്പൺ ചെയ്താൽ വാർത്തയിൽ ഒരിടത്ത് ഇങ്ങനെ പറയുന്നത് കാണാം. 6.88 ലക്ഷം പേരുടെ കേന്ദ്ര വിഹിതവും സംസ്ഥാനം അനുവദിച്ചിട്ടുണ്ട്. അവർക്ക് കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ കേന്ദ്ര സർക്കാർ പെൻഷൻ വിഹിതം മുടക്കിയ സാഹചര്യത്തിലാണ് കേരളം മുൻകൂർ നൽകുന്നത്. അതായത് സംസ്ഥാനം 1600 വച്ച് ആകെ നൽകുന്ന 60 ലക്ഷത്തിലധികം പേരിൽ 6.88 ലക്ഷം പേർക്ക് ഒരു ചെറിയ കേന്ദ്ര വിഹിതം ചേർത്താണ് നൽകുന്നത്. അത് പക്ഷേ കേന്ദ്രം ഒരു വർഷമായി സംസ്ഥാനത്തിന് നൽകുന്നില്ല. സംസ്ഥാനം അത് കയ്യിൽ നിന്നെടുത്ത് നൽകുന്നു. എന്നിട്ട് അത് തിരികെ വാങ്ങാൻ സമരവും കേസുമായി കയറി ഇറങ്ങുന്നു എന്ന്. ചട്ടിയും കൊണ്ട് ഭിക്ഷയെടുക്കുന്ന മറിയന്മാരുടെ ഷോയ്ക്ക് ലൈറ്റും സൗണ്ടും നൽകിയ ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ ഇങ്ങനെ ഒരു വിഹിതം മുടങ്ങിക്കിടക്കുന്നതായി വായിച്ചിട്ടുണ്ടോ? ഉണ്ടാകില്ല എന്നുറപ്പാണ്. അതങ്ങനെയാണ്. ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിഷയത്തിൽ ഇക്കണ്ട തെറി മുഴുവൻ പിണറായി വിജയനെ വിളിക്കുന്ന കോൺഗ്രസ് BJP നേതാക്കളാരെങ്കിലും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടോ? പോട്ടെ, മിനിമം BJP നേതാക്കളോടെങ്കിലും ഇക്കാര്യം പറയുമ്പോൾ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചിട്ടുണ്ടോ നിങ്ങളുടെ കേന്ദ്ര സർക്കാർ കൊടുക്കാനുള്ളത് എന്തേ കൊടുക്കാഞ്ഞതെന്ന്? 8 വർഷത്തോളമാകുന്നു സംസ്ഥാനം കൃത്യമായി പെൻഷൻ നൽകി തുടങ്ങിയിട്ട്. ഏതാണ്ട് 95 മാസം. അതിലാകെ മുടങ്ങിയത് 6 മാസമാണ്. ബാക്കി 89 മാസവും സംസ്ഥാനം മുടങ്ങാതെ നൽകി. അതും കേന്ദ്രം തരാനുള്ളത് തരാതെ മുടക്കിയിട്ടും കയ്യിൽ നിന്നുകൂടി എടുത്തു നൽകി. ഇനി കേന്ദ്രം നൽകുന്നത് എത്ര ആണെന്ന് കൂടി അറിയുമ്പോഴാണ് അതിലെ അതിഭീകരമായ സംസ്ഥാനത്തിലുള്ള അവഗണന ബോധ്യമാകുന്നത്. വാർദ്ധക്യ പെൻഷൻ 3,62,145 പേർക്ക് 200 രൂപ വീതം, 87,013 പേർക്ക് 500 രൂപ വീതം. വികലാംഗ പെൻഷൻ 29,935 പേർക്ക് 300 രൂപ വീതം. വിധവാ പെൻഷൻ 2,09,236 പേർക്ക് 300 രൂപ വീതം. എല്ലാം കൂടി കൂട്ടിയെടുത്താൽ ഏതാണ്ട് 7 ലക്ഷത്തിന് താഴെ. സംസ്ഥാനം 1,600 രൂപ വീതം 60 ലക്ഷത്തിലധികം പേർക്ക് നൽകുന്നതിലെ കേന്ദ്രത്തിൻ്റെ വിഹിതത്തിൻ്റെ കണക്ക് ആണിത്. അതായത് മാസം ഏതാണ്ട് 900 കോടി രൂപ വേണം സംസ്ഥാനത്തിന് ക്ഷേമ പെൻഷൻ നൽകാൻ വേണ്ടി മാത്രം. ഒരു വർഷം നോക്കിയാൽ ഏതാണ്ട് 11,000 കോടി രൂപ. അതിൽ കേന്ദ്ര വിഹിതം 200 കോടി വരും. 11,000-ൽ 200 കോടി എന്നാൽ 1.25%. ഇതുപോലും ഒരു വർഷം കൃത്യമായി തരുന്നില്ല. എന്നിട്ടും തെറി മുഴുവൻ വിജയന്. തരാത്ത കേന്ദ്രം സേഫ്. നെല്ല് സംഭരണത്തിലെ കുടിശ്ശിക പിടിച്ചു വച്ചത് കേന്ദ്രം തിരികെ തന്നപ്പോഴാണ് ചിലരെങ്കിലും പറഞ്ഞത് കേന്ദ്രം തരാനുണ്ടായിരുന്നു എന്ന്. അവിടെയും സമാനമായിരുന്നു അധിക്ഷേപം. തരാത്ത കേന്ദ്ര സർക്കാർ അവിടെയും സേഫായി. കർഷകർക്ക് കാലതാമസമില്ലാതെ വില കിട്ടാൻ ബാങ്കുകൾ വഴി സംസ്ഥാന സർക്കാർ സ്വന്തം ജാമ്യത്തിൽ തുകയെടുത്ത് നൽകിയ കേരള സർക്കാരിന് പഴിയും. മഴവെള്ളം പോലെ ഒഴുകി വരുന്ന ഈ നുണകൾക്കിടയിലും പിടിച്ചു നിൽക്കുന്ന ഈ സർക്കാർ മാസല്ല, കൊലമാസ് തന്നെയാണ്.